മൈത്രി മോളുടെ മുടി വെട്ടാനായിട്ട് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി സ്ഥിരമായിട്ട് നമ്മളിവിടെ തന്നെയാണ് മൈത്രി മോളുടെ മുടിയൊക്കെ കട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ ഹസ്ബൻഡിനെയും സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ഹെയർ കട്ട് ചെയ്യാറ്. അങ്ങനെ നേരെ അവിടെ വന്നു. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്ന പാടെ കുറച്ച് കപ്പലണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കാര്യമൊക്കെ പറഞ്ഞു. അതും കഴിച്ച് അവിടെ ഇരുന്നു. അത്യാവശ്യം അവിടെ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മൈത്രി മോളുടെ മുടി ഇതാ ഇത്രയും വളർന്നിട്ടുണ്ട്. ആളൊട്ടും മുടി വെട്ടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും മുടിയുണ്ട്, അതുകൊണ്ട് എനിക്കും മുടി വേണം എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലി നിൽക്കുമായിരുന്നു. കുറേ നാളായിട്ട് മുടി വെട്ടാമെന്ന് പറയാം, പക്ഷെ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് മുടി വളർത്തണമെന്നായിരുന്നു, പക്ഷെ ഒട്ടും മുടി കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാറില്ല. എണ്ണ തേക്കാനോ വാഷ് ചെയ്യാനോ അതുപോലെ മുടി ചീകാനോ ഒന്നും ആൾ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വളരുമ്പോഴേ അങ്ങ് ബോയ് കട്ട് ചെയ്ത് ഇടാറാണ് പതിവ്. അതാണ് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എനിക്കും കൂടി തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് കയറ്റിയിരുത്തി. മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ആൾ നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഹെയർ കട്ട് ചെയ്യാൻ ആൾക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ എൻ്റെ മടിയിലിരുന്നായിരുന്നു മുമ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഇപ്പോൾ വന്ന് കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഇരുന്ന് തരും. എത്ര ടൈം വേണമെങ്കിലും ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഇരുന്ന് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാധാരണ ഈ രീതിയിൽ തന്നെയാണ് ഹെയറൊക്കെ കട്ട് ചെയ്യാറ്. പിന്നെ അവർ രണ്ടുകൂടി നിന്ന് എന്തൊക്കെയൊക്കെയോ പരീക്ഷണങ്ങൾ അതിനകത്ത് കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.